നിലവിൽ ഉള്ള യുവ എഴുത്തുകാരിൽ ആരെയാണ് സാറിന് പ്രിയപ്പെട്ട ആളുകൾ? യുവ എഴുത്തുകാരെന്ന് പറയുമ്പോഴത്തേക്കിന് പിന്നെ ഈ ഏറ്റവും ന്യൂവസ്റ്റ് ജനറേഷനുമായിട്ട് നമുക്ക് വലിയ ടച്ച് ഇല്ല. പിന്നെ മാധ്യമങ്ങളിലൊക്കെ വരുന്നതൊക്കെ വായിക്കുന്ന എന്നുള്ളതാണ്. എൻ്റെ കണക്കിനുള്ള യുവ എഴുത്തുകാരായിട്ട് കൂട്ടാവുന്നവരെ ബെന്യാമിനും പിന്നെ കെ.ആർ. മീരയും ഒക്കെ ആണ്. ഈ കുറച്ചു കാലം മുമ്പ് വളരെ പ്രശസ്തമായ രചനകൾ നടത്തിയ യുവ എഴുത്തുകാരെന്ന് അവരെ പണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാരുടെ യുവ എഴുത്തുകാരെന്ന് വിളിക്കായിരുന്നു. ജെയിംസിനെ അറിയുമോ? ചങ്ങനാശ്ശേരിക്കാരനായിട്ടുള്ള ഒരു ജെയിംസ്, വിജയ ജെയിംസ് എന്നും പറഞ്ഞ അവരുടെയൊക്കെ ഇപ്പം എനിക്ക് ഒന്നാമത്തെ അതെ പിന്നെ ആ പുള്ളിയായിട്ടൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ബന്ധമുണ്ട്. ഇവരെല്ലാവരുമായിട്ടും മിക്കവരുമായിട്ടും നാട്ടിലെഴുതുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഇപ്പം തത്വമസി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട്, അറിയാമോ എന്നറിയില്ല. അതായത് സുകുമാർ അഴീക്കോടിന്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള തത്വമസി അക്കാദമി നാട്ടിലുണ്ട്. അപ്പം അതിൽ കൂടി അവരെന്നെ തത്വമസിയിലെ 10 വർഷം മുമ്പേ അംഗമാക്കിയത്. അപ്പൊ അതിലൂടെ എഴുതുന്നവരുണ്ട്, തത്വമസിയിൽ എഴുതുന്നവരുണ്ട്. പിന്നെ നവതൂലിക എന്നും പറഞ്ഞുകൊണ്ട് അവര് എന്നെ മെമ്പറാക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്നുള്ള പല മാധ്യമ കൂട്ടായ്മകളിൽ എന്നെ ചേർത്തിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ എൻ്റെ കവിതകളും പിന്നെ വരാറുണ്ട്. പിന്നെ അവരുടെ മറ്റു പലരും എഴുതുന്നതും വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എഴുതിയ കുബൂസ് എന്നും പറഞ്ഞൊരു കവിത വളരെ ചർച്ചാ വിഷയമായി നാട്ടിൽ ഒത്തിരി ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു കവിതയാണത്. ഗൾഫ് മലയാളികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിഷയാടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കവിതയാണ് കുബൂസ്. അപ്പം നാട്ടിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇവരുടെയൊക്കെ രചനകൾ വായിക്കാറുണ്ട്. പിന്നെ പറ്റുമ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന, ഇത്തവണ പോകുമ്പോൾ എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ തന്നെ ഇടയില്ലായിരുന്നു. അല്ലാത്തപ്പം നാട്ടിൽ പോകുന്നവരെ കൊണ്ട് പുസ്തകം വാങ്ങിപ്പിക്കും, വായിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഒരു 1000-ഓളം പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് നാട്ടിൽ നിന്ന് പിന്നെ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നു. പ്രസാധകരുമായിട്ടൊക്കെ സാറിന് ബന്ധമുണ്ടോ? പ്രസാധകർ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് മൾബറിയാണ് പ്രസിദ്ധീകരിച്ചത്. മൾബറി കോഴിക്കോട് ഉള്ളതാണ് പ്രസാധകർ. മൾബറി പിന്നെ ഷെൽവി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഷെൽവിയാണ് സത്യത്തിൽ എന്നെ എഴുത്തിന്റെ വഴിയിലേക്ക്, അല്ലെ പുസ്തകത്തിന്റെ വഴിയിലേക്ക്, പ്രസിദ്ധീകരിക്കാനുള്ള വഴിയിലേക്ക് കൊണ്ടുവന്നത് ഷെൽവിയാണ്. അപ്പൊ ആദ്യം ആ ഷെൽവി 3 പുസ്തകങ്ങൾ എന്റെ പിന്നെ പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട് മൾബറി പബ്ലിക്കേഷൻസ് ആണ് അതിന്റെ പേര്. അവരാണ് ആദ്യത്തെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അതിന് ശേഷം പാപ്പിയോൺ കോഴിക്കോടുള്ളത് അവരാണ് പിന്നെ പ്രസിദ്ധീകരിച്ചത്. ഇപ്പം 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് നാട്ടിൽ തന്നെയുള്ള മുഖം ബുക്സ് എന്നുള്ള പിന്നെ അവരുടെ മുഖം ഗ്ലോബൽ മാസികയും കൂടിയുണ്ട്. അത് ഡിജിറ്റൽ എഡിഷൻ വരുന്നതാണ്. അതിനകത്ത് ഇത്തവണത്തെ എഡിഷനകത്ത് എൻ്റെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനത്തിന്റെ ന്യൂസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ ആയിട്ട് ബന്ധമുണ്ട്, പിന്നെ പബ്ലിഷേഴ്സുമായിട്ട് ബന്ധമുണ്ട്. ഇത്തവണത്തെ 2 പുസ്തകങ്ങൾ ഭാഷാ ബുക്സും അതുപോലെ തന്നെ മാതൃഭൂമിയിൽ കൂടിയൊക്കെ പബ്ലിഷ് ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടതാണ് ആദ്യം. അന്നേരമാണ് ഈ മുഖം ബുക്സ് എൻ്റെ മനിൽ പെണ്ണുക്കരി എന്ന് പറഞ്ഞ ആളെ ഞാൻ വളരെ കാലമായിട്ട് എൻ്റെ സുഹൃത്താണ്. ഇവിടെ പുള്ളി ജേർണലിസം പഠിച്ച ആളാണ്. ആ ആളാണ് മുഖം ബുക്സ് നടത്തുന്നത്. അപ്പം എൻ്റെ കവിതകളെല്ലാം മുഖം മാഗസിനിലും ഒക്കെ അവർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ബന്ധമുള്ളത് കൊണ്ടാണ് അവർക്ക് ഞാൻ ഇത്തവണത്തെ പുസ്തകം കൊടുത്തതിൻ്റെ പ്രധാന കാരണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെയും അമേരിക്കയിലെയും പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന യുവ എഴുത്തുകാരുടെ രചനകളൊക്കെ വായിക്കാറുണ്ട്, ബന്ധവുമുണ്ട്. DC ബുക്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? DC പിന്നെ ഒന്നാമത്തെ കാര്യമായി ഈ കവിതകൾക്ക് പിന്നെ ഈ DC പോലുള്ള മാതൃഭൂമിയൊക്കെ ഇറക്കും, ഇവരെല്ലാം ഇറക്കും. പക്ഷേ ഉള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവർ DC ബുക്സിന്റെ തന്നെ ഇംപ്രിന്റ് ബുക്സ് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മാതൃഭൂമിക്കൊക്കെ ഇംപ്രിന്റ് ബുക്സ് എന്ന് പറഞ്ഞ് മാതൃഭൂമിയുടെ ബുക്കിൽ കൂടെ വിൽക്കുമെന്നല്ലാതെ അവർക്ക് ചില നിബന്ധനകളുണ്ട്. നമ്മളെ പിന്നെ പേരിന് മാത്രം കോപ്പി അവരും എടുക്കും, ബാക്കി മുഴുവൻ നമുക്ക് തരും. ഇങ്ങനെയൊക്കെയുള്ള കാശ് ഒത്തിരി കൊടുക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. DC ബുക്സൊക്കെ കൂടുതൽ പിന്നെ താല്പര്യം എടുക്കുന്നത് മറ്റു പുസ്തകങ്ങളാണ്, കവിതാ പുസ്തകങ്ങളൊന്നും അധികം എടുക്കാറില്ല. അതെ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ മാതൃഭൂമിയോട് ചോദിച്ചപ്പോഴത്തേന് ആ പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, ഇപ്പം പിന്നെ കേരളത്തിൽ തന്നെ 3 ലക്ഷം എഴുത്തുകാരുണ്ട്, അവർ തന്നെ പിന്നെ കവികളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കാറില്ലെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ കവിതയ്ക്ക് വലിയ ഡിമാൻഡ് ഇല്ല പുസ്തകങ്ങൾക്ക് ഒന്നുമുള്ളതാണ് സത്യം. പിന്നെ അതല്ലെങ്കിൽ മറ്റുള്ള അതുപോലെ പ്രശസ്തമായിട്ടുള്ള നോവലുകൾ, ഇപ്പോൾ ഈ ആടുജീവിതം പോലെയോ അല്ലെങ്കിൽ നിരീശ്വരം പോലെയോ ഒക്കെയുള്ള പിന്നെ കെ.ആർ. മീരയുടെ പുസ്തകങ്ങൾ പോലെയോ ഒക്കെ വിറ്റഴിക്കപ്പെടത്തില്ല എന്നുള്ളതാണ് കവിതയുടെ ഒരു പ്രശ്നം. ഞാൻ 50 വർഷമായി കവിതയിൽ പിടിച്ചു നിന്നു. അത് ഞാൻ വേറെ കഥയും ലേഖനവും ഒന്നും എഴുതരുത്, പിന്നെ ഈ കവിതയിൽ തന്നെ തുടരണമെന്ന് പല നിരൂപകരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നാട്ടിലെ
നിരുപമന്മാർ പലരുമായിട്ടും എനിക്ക് നല്ല അടുപ്പമാണുള്ളത്. നമ്മുടെ വാരഫലമൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കൃഷ്ണൻ നായർ സാറിനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിരുന്ന ഡോക്ടർ എം ബഷീറുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ നോവലിസ്റ്റ് സുഹറയുമായിട്ടൊക്കെ അടുപ്പമുണ്ട്. അപ്പൊ ആ നിരൂപകരൊക്കെ എന്നോട് പറഞ്ഞ് കവിതയിൽ തന്നെ പിടിച്ചു നിൽക്കുക, ഈ ഡിസ്ട്രാക്ഷൻ വരണ്ട, മറ്റുള്ള എഴുതണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കത് സത്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ 50 വർഷം അതിൽ നിന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ പുസ്തക പ്രസിദ്ധീകരണത്തോടെ കവിതയോടെ ഏതാണ്ട് വിട പറഞ്ഞിരിക്കുകയാണ്. പുതിയപിറവി മുതൽ നടക്കാനിറങ്ങിയ കവിത വരെ 50 വർഷം കവിത എഴുതി. ഇനിയും വേറെ ഫീൽഡിലേക്ക്, അതായത് എനിക്ക് താല്പര്യമുള്ള കഥകളെ അല്ലെങ്കിൽ നോവൽ എഴുതണമെന്നുള്ളതൊക്കെയാണ് ഒരു വലിയ ആഗ്രഹങ്ങൾ. അപ്പം അതിലേക്കാണ് ഇനി അടുത്ത ശ്രദ്ധ തിരിക്കാൻ താല്പര്യം. പ്രസാധകന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഈയിടെ ഒരു വിവാദം ഉണ്ടായിരുന്നു. നമ്മുടെ EP ജയരാജന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ അംഗീകാരമില്ലാതെ അല്ലെങ്കിൽ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ പേര് മാറ്റി പ്രസിദ്ധീകരിച്ചു. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വാർത്ത കണ്ടു, വായിച്ചു എന്നുള്ളതല്ലാതെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല. കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുമില്ല. ഇങ്ങനൊക്കെ വിവാദം ഉണ്ടായത് അറിയാം. എതിരെ കേസുണ്ടല്ലോ, അതും അറിയാം, കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി സാറിന്റെ ഒരു ടേക്ക് എന്താണ് അതിനെപ്പറ്റി? ഞാനതാണ് ചെയ്യുന്നത് ശരിയാണോ? പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഈ കേസ് അല്ല, ഈ കേസിനെ പറ്റി ഞാൻ വിശദമായിട്ട് പഠിക്കാത്തതിനാൽ അഭിപ്രായം പറയാൻ ശരിയല്ല. അതുകൊണ്ട് പ്രസാധകർ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതല്ല, ഈ വിവാദങ്ങൾ പടർത്തുന്നതിൽ രണ്ടു കൂട്ടർക്കും ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ. ഈ വിവാദം ഉണ്ടാക്കുമ്പോഴാണ് ഒരു പുസ്തകം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ടെക്നിക്കിന്റെ ഭാഗമാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. അത് ശരിക്കും പിന്നെ ആരാണ് ഇതിലെ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്താത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ പരിഹാസ്യമായ ഒരു ടൈറ്റിൽ അങ്ങനെ ഇടാൻ സാധ്യതയില്ല. ഏതായാലും കട്ടൻ ചായയും പരിപ്പോടെയും കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം, അങ്ങനെ ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് ആത്മകഥ എഴുതുന്ന ആൾ അങ്ങനെ ആത്മകഥയ്ക്ക് ആ പേര് ഏതായാലും ഇടത്തില്ലല്ലോ. അപ്പൊ അദ്ദേഹം എഡിറ്റ് ചെയ്യാൻ കൊടുത്തതോ അല്ലെങ്കിൽ എഴുതി പൂർത്തിയാക്കാത്തതോ ആയ ഒരു ആത്മകഥ പ്രസിദ്ധീകരിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അല്ലേ, അതെ. ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതിനാൽ അറിവില്ലാത്ത കാര്യത്തെ പറ്റി നമ്മള് ഒരു വിവാദങ്ങൾക്ക് അധികം വില കൊടുക്കുന്നില്ല. ഇല്ല എന്നല്ല, വിവാദങ്ങൾക്ക് വില കൊടുക്കുന്നതാണ്. ഇപ്പം എന്തിനെ പറ്റിയാണ് വിവാദം എന്നുള്ളത് പോലെ ഇരിക്കും. ഇപ്പം കേരളത്തിൽ വിവാദമില്ലാത്ത ദിവസമുണ്ടോ?